السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الجبار والصمد الغفار. وأشهد أن لا إله إلا الله الواحد القهار. وأشهد أن محمدًا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. ألا إنما الدنيا كأحلام نائمه وما خير عيش لا يكون بدائمي. تأمل إذا ما نلت باللمس لذتها فأفنيتها هل أنت إلا كحالمي. وما الموت إلا شاهد مثل غائبه وما الناس إلا جاهل مثل عالمه. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാരണന്മാരെ, സഹോദരി സഹോദരന്മാരെ, അതിലുപരി ഈ മട്ടന്നൂര് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് സദസ്സിന് പുറത്ത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് വളരെ പ്രൗഢമായ അതിൻ്റെ മാനവികതയുടെ മേഖലകളിൽ ചില വാക്കുകളെ നമ്മൾ ശ്രവിച്ചവരാണ്. നമ്മളുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിനെ സംബന്ധിച്ചിട്ടാണ് പരിമിതമായ സമയത്തിൽ ഒതുങ്ങി നിന്ന് ഏറെ ഗൗരവമേറിയ കുറച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഒരു കൃത്യമായ പാതയിലൂടെ സഞ്ചരിച്ച് ഒരു ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുന്നവരും അതിന് പ്രയത്നിക്കേണ്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെല്ലാവരും ഭൗതികപരമായ പല ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടുന്നുണ്ട്. ഇന്നോ നാളെയോ ആയി അവസാനിക്കാവുന്ന ഈ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, എന്നും ജീവിക്കാനുള്ള ശാശ്വതമായ ഒരു ലോകത്തിന് വേണ്ടി ഏത് പാത നമ്മൾ തെരഞ്ഞെടുത്തു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന ചെറിയൊരു ഉദാഹരണത്തിലൂടെ എൻ്റെ സംസാരത്തിലേക്ക് ഞാൻ കടക്കാം. വിജനമായ പ്രദേശത്തു കൂടെ നടന്നു പോകുന്ന ഒരാള്, അയാളുടെ പിന്നിൽ നിന്ന് വലിയൊരു ഗർജനം, ഒരു ശബ്ദം കേട്ട് ഈ മനുഷ്യൻ ഓടുകയാണ്.
തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മനുഷ്യൻ കാണുന്നത് തന്നെ ലക്ഷ്യമാക്കി വാപ്പുടർന്ന് നിൽക്കുന്ന ഒരു സിംഹത്തെയാണ്. അതിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടുകൂടെ ദ്രുതഗതിയിലോടുന്ന ഈ മനുഷ്യൻ ഓട്ടത്തിനിടയിൽ എപ്പോഴോ കാല് വഴുതി ഒരു പൊട്ടക്കിണറ്റിലേക്ക് ആപതിക്കുന്നുണ്ട്. ഒരല്പനേരം കഴിഞ്ഞ് അയാൾ കണ്ണുമിഴിച്ചു നോക്കുമ്പോൾ അയാൾ ആ കിണറ്റിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ മധ്യത്തിലൂടെ മുളച്ചു പൊങ്ങിയ ഒരു കമ്പിൽ അയാൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അതിൽ അയാൾ ഭയത്തോടുകൂടെ പിടിമുറുക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ സിംഹം അവിടെ തന്നെ വാപ്പുടർന്ന് നിൽക്കുന്നുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ അതിനേക്കാൾ ഭയാനകരമായ മറ്റൊരു കാഴ്ച, വലിയൊരു സർപ്പം തന്നെ ലക്ഷ്യമാക്കി നിൽക്കുന്നതാണ്. മുകളിലേക്ക് കയറാനും വയ്യ, താഴേക്ക് ഇറങ്ങാനും വയ്യ. താൻ പിടിച്ചിരിക്കുന്ന കൊമ്പിലേക്ക് നോക്കി. അതിനേക്കാളും പേടിപ്പെടുത്തുന്നതാണ്. കറുത്തതും വെളുത്തതുമായ 2 എലികൾ ആ മരത്തിന്റെ കമ്പ് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു നിമിഷവും അത് പൊട്ടി ആ മനുഷ്യൻ താഴേക്ക് വീണേക്കാം. ഈ സമയത്താണ് അയാളുടെ തലയിൽ ഒരു നനവ് അനുഭവപ്പെടുന്നത്. അയാൾ മുകളിലേക്ക് നോക്കി. ആ കമ്പിലെവിടെയോ കൂടുകൂട്ടിയ തേനീച്ച കൂടിൽ നിന്ന് ഉറ്റുവീഴുന്ന തേൻതുള്ളികളാണ്. അയാൾ നാക്ക് നീട്ടിക്കൊടുത്തു. ഹായ്, എന്തൊരു മധുരമുണ്ട്. ആ തേനിൽ ആ മനുഷ്യൻ മതിമറക്കുന്നുവെങ്കിൽ ആ മനുഷ്യനെ പറ്റി നമ്മൾ പറയും, അയാൾ ഒരു വിഡ്ഢിയാണ്, അയാൾ ഒരു പമ്പര വിഡ്ഢിയാണ്. കാരണം മുകളിൽ സിംഹമുണ്ട്, താഴെ സർപ്പമുണ്ട്. ഏത് സമയവും തന്റെ കമ്പ് പൊട്ടി താഴേക്ക് വീണേക്കാം. ഈ സമയത്തും തേനാസ്വദിക്കുന്ന മനുഷ്യൻ ഒരു വിഡ്ഢിയല്ലേ? പ്രിയമുള്ളവരെ, പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് ആ സിംഹം എന്ന് പറയുന്നത് മലക്കുൽ മൗത്താൻ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. താഴെ കണ്ട സർപ്പം എന്ന് പറയുന്നത് അവന് വരാനിരിക്കുന്ന ഖബറാണ്, അവന്റെ ബർസഖാണ്. അവൻ പിടിച്ചിരിക്കുന്ന മരക്കമ്പാണ് അവന്റെ ആയുസ് എന്ന് പറയുന്നത്. കറുത്തതും വെളുത്തതുമായ 2 എലികൾ എന്ന് പറഞ്ഞത് രാവും പകലുമാണ്. രാവും പകലും അവന്റെ ആയുസ്സിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു സമയവും മരണത്തിന് കീഴൊതുങ്ങി അവന്റെ ഖബറിലേക്ക് അവനെത്തും. അതിനിടയിൽ ആസ്വദിച്ച തേൻതുള്ളികളാണ് ദുനിയാവിലെ സുഖങ്ങൾ എന്ന് പറയുന്നത്. ആ സുഖത്തിന്റെ പിന്നാലെയാണ് മനുഷ്യനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതൊരു നിമിഷവും നമുക്കറിയില്ല, ഈ ധരിച്ച വസ്ത്രത്തിന്റെ ബട്ടൺ പോലും നമ്മുടെ കൈക്കൊണ്ട് അഴിക്കേണ്ടി വരുമോ, നമ്മളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടുന്നവന്റെ കൈക്കൊണ്ട് അഴിക്കേണ്ടി വരുമോ, നമുക്കറിയില്ല. നാളെയും ഇതുപോലൊരു വൈകുന്നേര സമയം നമ്മളിലൂടെ കടന്നു വരുമ്പോൾ ജീവനോടെ എത്ര പേരെന്ന് നമുക്കറിയില്ല. ഈ മട്ടന്നൂരിന്റെ അങ്ങാടിയിൽ ജോലി കഴിഞ്ഞ് തന്റെ കുടുംബത്തിലേക്ക് ലക്ഷ്യമായി യാത്ര തിരിക്കുന്നവരെ നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പല വിഭവങ്ങളും പലഹാരങ്ങളും കയ്യിൽ കരുതി യാത്ര തിരിക്കുന്നവരാണ്. ഈ ശരീരമായി മക്കളുടെ മുമ്പിൽ എത്താൻ കഴിയുമോ എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. കരുത്തനായ സീസറും പ്രസിദ്ധനായ ഹോമറും പ്രശസ്തിയുറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്കിനി എന്ത് ശങ്ക? ഈ ലോകത്തെ കിടകിടാ വിറപ്പിച്ചു പോയ നെപ്പോളിയൻ ബോണപ്പാട്ട് ഉൾപ്പെടെ പലരും ലോകത്തോട് വിട പറഞ്ഞവരാണ്. ആരുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഥാർത്ഥമായ ഒരു ലക്ഷ്യം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമാണ്. അവിടെ പരമോന്നതമായ വിജയമെന്ന് പറയുന്നത് സ്വർഗമാണ്. അവിടേക്ക് എത്തിപ്പെടാനുള്ള വഴി പറയുന്നിടത്ത് നമ്മളുടെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോ ഒന്നുകൂടെ ആലോചിക്കണേ. നമ്മൾ ലക്ഷ്യം വെക്കുന്ന സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോ തിരിച്ച് അതേ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വഴി നമ്മളോട് പറഞ്ഞു തന്നു. ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ, നമ്മളിൽ നിന്നൊരു മാർഗദർശനം നിങ്ങൾക്ക് തരാം. ഫമൻ തബിഅ ഹുദായ, ആര് എന്റെ മാർഗദർശനത്തെ പിന്തുടരുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കാനില്ല, അവർക്ക് ഭയപ്പെടാനില്ല. അതുകൊണ്ട് കൃത്യമായി ആ മാർഗദർശനത്തിലൂടെ സഞ്ചരിക്കാൻ, ആ പാതയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് വിജയം വരിക്കാം. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ആ ലക്ഷ്യത്തിൽ ഒരിക്കലും പരാജയങ്ങൾ ഉണ്ടാവരുത്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കേ, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും സമമല്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗ്ഗത്തിന്റെ ആളുകളെ വിജയിക്കുള്ളൂ. ആ വഴി എനിക്ക് കിട്ടണം. പക്ഷെ നമ്മൾ എല്ലാവരും എന്തെന്നറിയോ, നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ മരിക്കില്ല, ഒരുപാട് സമയം എന്റെ മുമ്പിലുണ്ട്, ഇനി നന്നാവാനും എനിക്ക് ഒരുപാട് സമയമുണ്ട്,
നമ്മൾ മറ്റു പല ലക്ഷ്യങ്ങളിലേക്കും യാത്ര തിരിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഒരൊറ്റ മേഖല പറഞ്ഞ് ഇതിന്റെ കാമ്പിലേക്ക് ഞാൻ കടക്കാൻ. നമുക്കറിയില്ല എപ്പോഴാണ് സംഭവിക്കാന്നറിയില്ല. പക്ഷേ എന്ന് മരണം വന്നാലും ഒറ്റപ്പെടുന്ന ജീവിതത്തിൽ പരാജയപ്പെടുന്നവരായി, കരയുന്നവരായി നമ്മൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് പല വൃത്തികേടുകളിലും ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അറിഞ്ഞിട്ട് പോലും തിന്മയിലൂടെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവാം. എല്ലാവരും പറയുന്നതെന്നറിയോ, ഇനി നന്നാവാനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് കരുതുന്ന ആളുകളാണ്. പ്രിയമുള്ളവരെ, കാലം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ മറന്നു കളയരുത്. മരണത്തിന്റെ മലക്കുകൾ നമ്മളുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോ മനുഷ്യൻ അല്ലാഹുവോട് പറയേണ്ട ഒരു വാക്കുണ്ട്. ഈ ലോകത്ത് 70 കൊല്ലം ജീവിച്ചവനും 80 കൊല്ലം ജീവിച്ചവനും 90 പിന്നിട്ടവനും ഒരു വർഷം തരുമോ എന്ന് റബ്ബിനോട് ചോദിക്കില്ല. ഒരു മാസം തരുമോ എന്ന് ചോദിക്കില്ല. ഒരാഴ്ച തരുമോ എന്ന് ചോദിക്കൂല. മറിച്ച് എന്താ ചോദിക്കുന്നത്? റബ്ബിലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരൽപ്പ സമയം കൂടെ ഞങ്ങൾക്കൊന്ന് പിന്തിപ്പിച്ചു തരുമോ അല്ലാ, ഒരൽപ്പ സമയം കൂടെ ഞങ്ങൾക്കൊന്ന് തരുമോ അല്ലാ. അല്ലാഹു മലക്കുകളോട് പറയുന്ന മറുപടിയുണ്ട്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അവൻ വെറുതെ പറയുന്ന ഒരു വർത്തമാനം മാത്രമാണത്. അവന്റെ പിന്നിലുള്ളത് ബർസഖാണ്, ഖബറിന്റെ ജീവിതമാണ്. അവനെ ദുനിയാവിലേക്ക് മടക്കിവിടണ്ട എന്ന് അല്ലാഹു തആല മലക്കുകളോട് തിരിച്ചു പറയുമെന്നാണ്. മരണം വെളിപ്പാടകലെ, ആ സമയത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. പ്രിയമുള്ളവരെ, പരലോകത്ത് കടന്നു വരുന്ന സന്ദർഭങ്ങളില് മൃഗങ്ങളെ മുഴുവനും മണ്ണാക്കി കളയുമ്പോ ഞാനും ഒരു മണ്ണായിരുന്നെങ്കിലെന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. ദുനിയാവിലൂടെ തിന്മകളെ ചെയ്തു വെച്ചവരെ ഇടത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്ന സന്ദർഭങ്ങളിലോട് എനിക്കത് കിട്ടാതിരുന്നെങ്കിലെന്ന് കരഞ്ഞിട്ട് പോലും കാര്യമില്ല. ജീവിതത്തിൽ നന്നാകണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ വെള്ളിയാഴ്ചയുടെ സുബഹിക്ക് നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത് സജദയില് 2 ആയത്ത് പോലും ശ്രദ്ധേയമാണ്. 12-13 ആയത്തുകളിലൂടെ വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം വലൗ തറാ ഇതിൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകളെ നീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവരുടെ തലകളെ അവർ കുത്തിപ്പിടിച്ചതായ അവസ്ഥകളിലൂടെ കടന്നു വരികയാണ്. ദുനിയാവിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുമ്പോ മിന്നിമായുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുമ്പിലൂടെ തലകുനിക്കുന്ന പോലെയല്ല. അവരുടെ പിരടി മുതൽ നെരിയാണിവരെ ചങ്ങലകളാൽ ബന്ധിച്ചവരാണ്. അവർ പറയുന്ന ഒരു വാക്കുണ്ട്, റബ്ബനാ അബ്സർനാ വസമിഅനാ, അല്ലാഹുവേ ഞങ്ങൾ കണ്ടു അല്ലാ. സബാനിയത്തിന്റെ മലക്കിന്റെ കയറ്റവും ഇറക്കവും ഞങ്ങൾ കണ്ടു അല്ലാ. കൊട്ടാരങ്ങളൊക്കെ തീപ്പൊരികൾ പാറുന്നത് കണ്ടു അല്ലാ. നരകത്തിന്റെ ഭയവിഹ്വലമായ കാഴ്ചകളെ ഞങ്ങൾ കണ്ടുപോയവനാണ്. വസമിഅനാ, അതിന്റെ ഇരമ്പലും മട്ടാസവും മലർച്ചയും ഞങ്ങൾ കേട്ടുപോയിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് തന്നെ ഫർജിനാ, ഞങ്ങളെ ഒന്ന് മടക്കി തരികയാണെങ്കിൽ നഅമൽ സാലിഹാ, നല്ലതുപോലെ പ്രവർത്തിച്ചോളാമല്ലാ, നല്ലതുപോലെ അമൽ ചെയ്തോളാമല്ലാ. ഇന്നാ മൂഖിനൂൻ, തീർച്ചയായും ഞങ്ങൾ ദൃഢവിശ്വാസികളായി കൊള്ളാമല്ലാ, ഉറപ്പായുമല്ലാ, ഉറപ്പായുമല്ലാ എന്ന് റബ്ബിനോട് കെഞ്ചി പറയുമ്പോ അല്ലാഹു പറയുന്ന വാക്കുണ്ട്, ഫദൂഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നിങ്ങൾ മറന്നതല്ലയോ? അല്ലാഹുവിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുമെന്ന നാളിനെ നിങ്ങൾ മറന്നതല്ലയോ? അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങൾ ആസ്വദിച്ചോ. ഇന്നാ നസീനാക്കും, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുന്നു എന്നാണ്. ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുന്നു എന്നാണ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമയം നമ്മളുടെ മുമ്പിലുണ്ട്. അടുത്ത സമയം അല്ലാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ടുള്ള ജീവിതത്തിനെ മനോഹരമായി ജീവിക്കാൻ ഏതുവരെ പറയുന്നറിയോ? ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച നരകത്തിന്റെ മുന്നിൽ മനുഷ്യരെ കൊണ്ടുവരും. അടച്ചു മൂടപ്പെട്ടതാണ് നരകം. അതിന്റെ കമാനങ്ങൾ തുറക്കുന്നത് അതിലേക്കുള്ള ആളുകൾ എറിയപ്പെടാനാണ്. കൊട്ടാരങ്ങളൊക്കെ തീപ്പൊരികൾ പാർന്ന നരകത്തില് അതിന്റെ ഭയവിഹ്വലത കാണുമ്പോ അടുത്ത നിമിഷം നരകമാണെന്ന് ബോധ്യപ്പെടുമ്പോ അള്ളാഹിനോട് പറയും, റബ്ബേ, ഒരല്പസമയം ഞങ്ങൾക്കൊന്ന് മടക്കി തരോ? അള്ളാഹു മടക്കി തരില്ല. എന്തുകൊണ്ടെന്നറിയോ? വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതിന്റെ കൂടെ ചേർത്ത് വെക്കണേ, വറഹ്മതി ഗലബത് അലബി, എന്റെ കാരുണ്യമാണ് എന്റെ കോപത്തിന് അതിജയിച്ചത്. പടച്ചവൻ കാരുണ്യവാനായതുകൊണ്ടാണ്. ഇന്ന് നോക്ക് നിങ്ങള്, 2025 ഒക്ടോബറിന്റെ 25-ാം തീയതി ഈ മട്ടന്നൂരിന്റെ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തിലൂടെ അള്ളാന്റെ ദീന് പറയാൻ, അള്ളാന്റെ ദീന് കേൾക്കാൻ, അള്ളാന്റെ പ്രമാണങ്ങൾ ചർച്ച ചെയ്യാൻ, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ കേൾക്കാൻ അള്ളാഹു ദുനിയാവിൽ അവസരം തന്നത് എന്തിനാണ്? അള്ളാഹു കാരുണ്യവാനായതുകൊണ്ടാണ്. ഒരു ഖുർആൻ തന്നില്ല നമുക്ക്, അതിനെ പഠിപ്പിച്ചു തരാൻ ഒരു പ്രവാചകനെ തന്നില്ലേ? നാളെ ഇന്നതാണ് സംഭവിക്കുന്നത് എന്ന പരാജയങ്ങളെ മുൻകൂട്ടി പറയാൻ വഴികിട തന്നില്ലേ നമുക്ക്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പരലോകത്തെ രക്ഷപ്പെടാൻ അതിനെന്ത് വേണം? ഖുർആനിന്റെ, ഹദീസിന്റെ, പ്രവാചക വചനങ്ങളുടെ വഴിത്താരയിലൂടെ സഞ്ചരിക്കാൻ. ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞോട്ടെ നിങ്ങളോട്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അനുചരനാണ്. ഏത് സമയവും അല്ലാഹുവിന്റെ ഹബീബിന് വന്ന് മുഖം കാണാൻ, ഒന്ന് നോക്കാൻ ഇഷ്ടമുള്ള ഒരു സഹാബി. ഒരു ദിവസം വന്ന് പ്രവാചകന്റെ മുന്നിൽ നിൽക്കുമ്പോ മുഖമൊക്കെ ഒരു വിഷമത്തിലൂടെ, ഒരു സങ്കടം. എന്ത് പറ്റി സൗബാൻ? മുഖം വല്ലാതെ വാടിയിരിക്കുന്നത് എന്തേ സൗബാൻ? അവിടെ നിന്ന് പറയുന്നുണ്ട്, റസൂലേ, എപ്പോ കാണണമെന്ന് ആഗ്രഹിച്ചാലും ഞാൻ ഓടി വരാറുണ്ട് നബിയേ. എപ്പോ കാണണമെന്ന് ആഗ്രഹിച്ചാലും ഞാൻ ഓടി വരാറുണ്ട്. നാളെ പരലോകത്ത് കടന്നു വന്നാൽ അങ്ങ് സ്വർഗത്തിലായിരിക്കുമല്ലോ. ഈ പാവപ്പെട്ടതായ സൗബാൻ അല്ലാഹു സ്വർഗമെന്നത് തരുമെന്നുള്ളതിൽ ഉറപ്പില്ല. അഥവാ ഇനി സ്വർഗം തന്നാലും അങ്ങ് ഉന്നതമായ ദറജയിലായിരിക്കുമല്ലോ നബിയേ. ഇതുപോലെ കാണാൻ കഴിയില്ലല്ലോ റസൂലേ എന്ന് പറയുമ്പോ അള്ളാന്റെ വഹയും കൊണ്ട് ജിബ്രീൽ കടന്നു വരുന്നുണ്ട്. മനോഹരമായ ഖുർആനിന്റെ ആയത്തുകൾ അവതീർണമാകുന്നുണ്ട്. ഏതാണ് ആയത്തെന്നറിയോ? 4-ാം അധ്യായത്തിന്റെ 64-ാമത്തെ ആയത്തില്, ആര് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകളുണ്ടോ, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരോട് കൂടെയാണ്, സ്വർഗത്തിലാണ്. മിനൻ നബീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോകുന്നതാരാ? അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചതായ ആളുകളാണ്. ഖുർആനും പ്രവാചകനെയും ഹദീസും അനുസരിക്കാൻ മനസ്സുണ്ടോ? ഹദീസ് ഏതെങ്കിലും കുറച്ച് സ്വീകരിക്കും, കുറച്ച് സ്വീകരിക്കൂല എന്നല്ല. അള്ളാന്റെ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചത് പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കുക. അള്ളാന്റെ ഖുർആനാണോ പൂർണ്ണമായി അനുസരിക്കുക. നേരത്തെ മുജാഹിദൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, മാനവികതക്ക് വിരുദ്ധമായ ഒന്നും അള്ളാന്റെ ഖുർആനിലില്ല, അള്ളാന്റെ ഖുർആനിലില്ല. അതിനെ പൂർണ്ണമായി അനുസരിക്കാനുള്ള ഒരു മനസ്സുണ്ടോ, പരലോകത്തെ രക്ഷപ്പെടാം. ഇനി മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളേ, മുസ്ലിം സഹോദരന്മാരോടാണ്, ആ അനുസരിക്കുന്ന മേഖലയിൽ നിന്ന് ആരൊക്കെയോ മതത്തിലൂടെ പഠിപ്പിച്ചതിനെ നമ്മൾ സ്വീകരിച്ചാൽ ഒരിക്കലും ആ പ്രവാചകൻ പഠിപ്പിച്ച സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ആളുകളൊക്കെ പറയും, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ തന്നെ ഒരുപാട് ആശയങ്ങളെ പേറുന്ന ആളുകളുണ്ടല്ലോ നമുക്ക് മുമ്പിലൂടെ. പ്രിയമുള്ളവരെ, ഞങ്ങളൊക്കെ ജനങ്ങളോട് പറയുന്നതെന്നറിയോ, ഇവിടെയുള്ള ഏത് വിഭാഗം, സമസ്തയാവട്ടെ, മുജാഹിദാവട്ടെ, തബ്ലീഗാരാവട്ടെ, ജമാഅത്തെ ഇസ്ലാമിയാവട്ടെ, ഏത് വിഭാഗമാണെങ്കിലും അള്ളാന്റെ മുമ്പിൽ കൈകെട്ടി നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ എന്നെ നയിക്കണേ റബ്ബേ.
കണ്ടോ? അതാണ് നമ്മൾ പറഞ്ഞ വിജയത്തിന്റെ പാത ഏതാണ്? ആ നേരായ മാർഗമാണ്, ആ നേരായ മാർഗമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ ആളുകളും ആ നേരായ മാർഗത്തിനെ ചോദിച്ചിട്ട് എല്ലാവരും എന്താ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന എന്തുകൊണ്ടാണ്? ദിവസത്തിൽ 17 തവണ മിനിമം ഒരു വിശ്വാസി റബ്ബിനോട് പറയുന്നുണ്ട്, റബ്ബേ നേരായ മാർഗത്തിൽ നയിക്കണേ. എന്തുകൊണ്ടെന്നറിയോ? മഹാനായ ഹസനുൽ ബസറി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, പ്രാർത്ഥനയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ചാൽ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകില്ല. എല്ലാവരും പറയുന്നു നേരായ മാർഗത്തിൽ നയിക്കണേ, പക്ഷെ ആ നേരായ മാർഗം സ്വീകരിക്കാൻ നമ്മളിൽ മനസ്സില്ലാതെ പ്രാർത്ഥന മാത്രം ഉണ്ടായാലോ അല്ലാഹു നയിക്കില്ല. ഇപ്പൊ മട്ടന്നൂർ അങ്ങാടിയിലെ നമ്മൾ ബസ് സ്റ്റാൻഡിലല്ലേ, നമുക്ക് യാത്ര പോകാനുള്ളത് കൊടകിലേക്കാണ്, മടിക്കേരിയിലേക്കാണ്, പേട്ടയിലേക്കാണ്. ഈ മട്ടന്നൂർ അങ്ങാടിന്ന് കണ്ണൂര് ബസ്സിൽ കയറിയിരുന്നിട്ട് കണ്ണൂരെത്തോളം ദുആ ചെയ്യാൻ, പടച്ചോൻ എന്നെ നേരെ കൊടകിലെത്തിക്കണേ, പേട്ടയിലെത്തിക്കണേ, ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? അതിന് പേട്ട ബസ്സിൽ യാത്ര ചെയ്യണം, എന്നിട്ട് അതിനെ എളുപ്പമാക്കാൻ അള്ളാഹിനോട് പറയണം. സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് അതിനു വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് അനുകൂലമായി അല്ലാഹു തആല ഉത്തരം നൽകുക. ആ നബിമാരുടെ മാർഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വഴി എന്താ? നമ്മൾ പറഞ്ഞു അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ പാതയാണ് നേരായ മാർഗം. നിങ്ങൾ ആലോചിച്ചൊക്കെ, അനുഗ്രഹിച്ചവരുടെ പാത, അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ മാത്രം ആരാധിക്ക്, അതാണ് നേരായ പാത, അതാണ് സ്വർഗത്തിലേക്കുള്ള പാത. ഇപ്പൊ നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മള് ഒരുപാട് ആളുകൾ റബ്ബല്ലാത്ത പലരോടും, ഇപ്പൊ നമ്മൾ ഈ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് കാല് വഴി ഒന്ന് താഴെ വീണാലേ അല്ലാ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, എന്റെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്, മൊയ്തീൻ ഷേഖേ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്, പലതും വിളിക്കും, കന്യാമറിയമേ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. പലരെയും വിളിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നവർ പോലും റബ്ബല്ലാത്തവരെ വിളിക്കും. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, ഒരു ഉമ്മ തൊട്ടിലിൽ കുട്ടീനിട്ട് ഇങ്ങനെ താരാട്ടുപാടി ഇങ്ങനെ ഉറക്കാൻ അല്ലേ, ഹസ്ബീ റബ്ബീ ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ പറയാ, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, മാഫി കൽബി ഗൈറുല്ലാഹ്. പലരും തെറ്റിട്ടാ പറയാ മാഫി കൽബി ഖൈറുല്ലാഹ്, അല്ലാഹ് ഉത്തമനാണ്, എന്റെ മനസ്സിൽ ഇല്ല എന്നാണ്. ഭയങ്കര ഡേഞ്ചറാണ്. മാഫി കൽബി ഗൈറുല്ലാഹ്, അല്ലാഹല്ലാത്ത ആരും എന്റെ മനസ്സിലില്ല, അല്ലാത്ത ആരും എന്റെ മനസ്സിലില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കുട്ടീനെ ഇങ്ങനെ താരാട്ടുപാടി തൊട്ടിലാട്ടുമ്പോ കുട്ടിയുടെ തല തൊട്ടുന്ന പുറത്തേക്ക് കണ്ടു ചാടി ഉടനെ വിളിക്കിന്റെ ബദരീങ്ങളെ. കണ്ടോ, അതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, ഒരടിമക്ക് അല്ല പോരെ, ഒരടിമക്ക് അല്ല പോരെ. നമ്മുടെ ഞങ്ങൾ അല്ലല്ലാത്ത ആരും ഇലാഹാക്കിയിട്ടില്ല നമ്മൾ പറയില്ലേ. ആപത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലെ വിളി ആരിലേക്ക് തിരിയുന്നുവോ അവന്റെ പേരാണ് ഇലാഹ്. അലിഹ എന്ന അടിസ്ഥാന ധാതുവിൽ നിന്ന് ഇലാഹ് കടന്നു വരുമ്പോ ആപത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലെ വിളി ആരിലേക്ക്, കുട്ടിയുടെ തല തൊട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ നമ്മൾ ആരെ വിളിക്കുന്നുവോ അവരാണ് ഇലാഹ്. ഇലാഹ് ഇരുട്ടിയിൽ നിന്ന് പാലം കടന്ന് പേട്ടയിലേക്ക് കയറുമ്പോ, സ്വരത്തിന്റെ മേലെ യാത്ര ചെയ്യുമ്പോ, വാഹനത്തിന് ട്രബിൾ വന്ന് വാഹനം ഒരുപക്ഷെ പുറകോട്ട് ഇങ്ങനെ മായുമ്പോ, എന്റെ വാഹനം മറിയുമോ എന്ന പേടി വരുമ്പോ അല്ലാഹ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അവനാണ് ഇലാഹ്, അവനാണ് ഇലാഹ്. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ ഗുരുവായൂരപ്പനെ ഇലാഹാക്കിയതാണ്. മറിയമേ എന്ന് വിളിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ മറിയമ്മനെ ഇലാഹാക്കിയതാണ്. ഒരാള് പറഞ്ഞു മൊയ്തീൻ ഷേഖ് എന്ന് വിളിച്ചാൽ മൊഹീദ്ദീൻ ഷേഖിനെ ഇലാഹാക്കിയതാണ്. ആപത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലെ വിളി ആരിലേക്ക് തിരിയുന്നുവോ അവനാണ് ഇലാഹ്. ആ വിളി അള്ളാഹിനോടാകണമെന്നാണ് സ്വർഗത്തിലേക്കുള്ള പാതയിൽ നബിമാര് പറഞ്ഞത്. അതിന്റെ ഒരൊറ്റ എക്സാമ്പിൾ എടുത്താൽ മതി. ഒടുവിലത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച ദാരിലൂടെയാ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനിലൂടെ. ഓക്കെ, ആ റസൂലുള്ളാഹിക്ക് മുമ്പ് ലക്ഷക്കണക്കിന് നബിമാർ ഇവിടെ കടന്നുപോയിട്ടുണ്ട്, ഉള്ളതാണ്. ആ നബിമാർക്ക് ഒരുപാട് സന്ദർഭങ്ങൾ കടന്നു വന്നു, ഒരുപാട് വേദനകൾ ഉണ്ടായി. ആപത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഒരുപാട് വിളികൾ വന്നു. മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു നബിയോട് മുഹമ്മദ് നബി തേടിയില്ല. മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു പ്രവാചകന്മാർക്ക് അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് ചോദിച്ചില്ല.
ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മളിതൊക്കെ പറയുന്ന ന്യായീകരണങ്ങളാൽ ഞങ്ങൾ ആരും മൊയ്തീൻ ചോദിക്കണില്ല. ഇൻഷാ അള്ളാഹു തൗഫീഖ് നൽകിയാൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ കൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അല്ലേ, മുൻകഴിഞ്ഞ ഒരു നബിമാരോടും ഇവരാരും തേടിയില്ല, അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് തേടിയില്ല, ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് തേടിയില്ല. എല്ലാവരും പറഞ്ഞു അള്ളാഹ്നോട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ربي هب لي من الصالحين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربي ابن لي عندك بيتا في الجنة ونجني من فرعون وعمله وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين قال ربي انصرني بما كذبون سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. എത്രയെങ്ങാനും പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ അല്ലാഹുവിനോട് മാത്രമാണ്. ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഒരല്പസമയം കൂടെ നമ്മൾ സംസാരിച്ച് നമ്മൾ അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇഷാ ജമാഅത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമസ്കാരം ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഒരു പ്രോഗ്രാം കൂടെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുകയാണ്. വരുന്ന 16-ാം തീയതി, നവംബർ മാസം 16-ാം തീയതി ഇരിട്ടി മുന്നാളിൽ വെച്ച് ബഹുമാന്യനായ ഹുസൈൻ സലഫി ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ബഹുമാന്യനായ ടി കെ അഷ്റഫും ഷിഹാബ് അടക്കരയും ഒക്കെ സംസാരിക്കുന്ന പ്രൗഢമായ ഒരു സദസ്സാണ്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും 16-ാം തീയതി ഇരട്ടി മുന്നാടിലേക്ക് ഞങ്ങൾ ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരാണ്. വിശുദ്ധ ഖുർആനിൽ എല്ലാ പ്രാർത്ഥനകളും, നാളെ വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തൗഹീദിന്റെ മേഖലയിൽ എല്ലാ പ്രാർത്ഥനയും അല്ലാഹുവിനോടാണ്. നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ പല വിഷമങ്ങളിലുമാണ് റബ്ബല്ലാത്തവരിലേക്ക് ആശ്രയം തിരിക്കാറുള്ളത്. ഒന്നുകിൽ കഠിനമായ രോഗം വരുമ്പോൾ ചിലർ പറയും ഇന്നാളെടുത്തൊന്ന് പോയി നോക്കേ എന്ന് പറയുന്ന ഒരു സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ മക്കളില്ലാത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകന്റെ ഹദീസുകൾ എടുത്ത് പരിശോധിക്കാം. വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, പുതുവസ്ത്രം ധരിക്കുമ്പോൾ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ, ക്ഷുദ്രജീവികളുടെ അക്രമങ്ങളെ ഭയപ്പെടുമ്പോൾ, കടക്കണിയിലൂടെ കൊടുങ്ങുമ്പോൾ മുഴുവൻ പ്രാർത്ഥനകളും റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ്. നമ്മൾ പറയും ഇത്രയും ആധികാരികമായി ഖുർആനിലെ ഹദീസിലെ മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹുവിനോട് മാത്രം എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഈ സിറാത്തുൽ മുസ്തഖീം വിട്ട ആളുകൾ വഴിതെറ്റാനുള്ള കാരണം ഉണ്ടായത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും? പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ പഠിപ്പിച്ച മതത്തിലോ ആചാരത്തിലോ അനുഷ്ഠാനങ്ങളിലോ ഒരിക്കലും നിസ്കാരം, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു മുജാഹിദുകാരനാവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, തബ്ലീഗുകാരനാവട്ടെ, എല്ലാവരും നിസ്കരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞാലുള്ള പ്രാരംഭ പ്രാർത്ഥന എന്താണ്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാത്, അല്ലാഹുവിനോട്. ഇനി അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്നുള്ള പ്രാർത്ഥനയാണോ? അല്ലാഹുവിനോട്. ഹനഫി മദ്ഹബുകാരന്റെ സനാ ആണോ അവൻ ചൊല്ലുന്നത്? ആരോട്? അല്ലാഹുവിനോട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവ് അല്ലാഹ്. അവിടെ ഒരാളും പറയണില്ല ലോകത്തിന്റെ രക്ഷിതാവോ നിയന്ത്രിക്കുന്നവനോ കോഴിക്കോട് മടവൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ചിറ്റടിമയത്തിൽ അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് ആരും പറയണില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്. അർറഹ്മാനി റഹീം മാലികി യൗമിദ്ദീൻ, പരമകാരുണികൻ കരുണാനിധി, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഇന്ന ശൈഖിന്റെ മുരീദാണെങ്കിൽ എന്റെ കൈ പിടിച്ച് കൊണ്ടുവന്ന് ആരും അവിടെ വാദിക്കണില്ല. അന്നത്തെ രക്ഷിതാവ് അല്ലാഹുവാണ്. നോക്കേ, എന്നിട്ട് അല്ലാഹുവിനോട് ആരാധന അർപ്പിക്കുന്നിടത്ത് പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. അല്ലാഹ്
അവിടെ ബദരീങ്ങളെ രക്ഷിക്കണേ, മൊയ്തീഷയെ രക്ഷിക്കണേ പറയണില്ല. അള്ളാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാ, ഏത് വലിയ ഉസ്താദുമാരും ചോദിക്കുന്നതാണ്. എന്നിട്ട് നേർമാർഗം ചോദിച്ചത് ആരോട്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ എന്നെ നയിക്കണേ അല്ലാ. കുതുബിയത്തിൽ പറയണ പോലെ ബസ്റു ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു, അങ്ങ് ഉടമപ്പെടുത്തിയ നേർമാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ ഷെയ്ഖ് എന്ന് കുതുബിയത്തിൽ വന്നിരുന്ന് പാടുന്ന ഉസ്താദും റസൂല് പഠിപ്പിച്ച നിസ്കാരത്തിൽ പറയണത് ആരോടാ? അല്ലാഹുവോട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, ഒരിക്കലും നിന്നിൽ പങ്കു ചേർത്ത സത്യമതത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയവരുടെ മാർഗത്തിലല്ല. അല്ല അല്ല കന്യാമറിയമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യേശുവയെ രക്ഷിക്കണേ എന്ന് പറയുന്നവരുടെ മാർഗമല്ല. മോസസ് പ്രവാചകനോട്, മൂസാ നബിയോട്, ഉസൈർ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്ന ജൂതന്റെ മാർഗമല്ല. മറിച്ച് അല്ലാഹുവേ നിന്നെ മാത്രം ആരാധിക്കുന്നവരുടെ മാർഗത്തിലെ. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിനോട്, കന്യാമറിയമിനോട് ചോദിക്കുന്ന ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, മുനമ്പത്ത് ബീവിയെ രക്ഷിക്കണേ, അതല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ബീവ ഉമ്മിച്ച രക്ഷിക്കണേ എന്ന് പറയണ ഒരു മുസ്ലിമായ മുഹമ്മദിനോട് സംസാരിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ജോസഫ് ചോദിക്കാണ്, മുഹമ്മദേ, നിന്റെ ഖുർആനിൽ മറിയം ബീബിയെ പറ്റിയിട്ടൊരു സൂറത്തുണ്ടോ ചോദിച്ചാൽ എന്താ പറയേണ്ടി വരിക? ഉണ്ട്, ഒരു അധ്യായമുണ്ട്, 19-ാം അധ്യായം, സൂറത്ത് മറിയം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ഹദീസിലുണ്ടോ മറിയം ബീവി? ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ടോ മറിയം ബീവി? ചരിത്ര ഗ്രന്ഥങ്ങളിലുമുണ്ട്. എങ്കിൽ മറിയമേ രക്ഷിക്കണമെന്ന് ചോദിക്കാൻ പറ്റുമോ? അത് ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കുന്നത് തെറ്റാണ്. ആ പാത ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ എന്ന് നിസ്കാരത്തിൽ ഞങ്ങൾ പറയണത് അല്ലേ? എങ്കിൽ അതേ ജോസഫ് വീണ്ടും ചോദിക്കാൻ, മുനമ്പത്ത് ബീവിനെ സംബന്ധിച്ച് ഖുർആനിലുണ്ടോ? ഇല്ല. ഭീമ ഉമ്മിച്ചാനെ പറ്റി ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ടോ? അവിടെ ഇല്ല. ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ടോ? അവിടെ ഇല്ല. എന്ന മുനമ്പത്ത് ബീവിയെ രക്ഷിക്കണം ചോദിക്കാൻ പറ്റുമോ? അതിന് കുഴപ്പമില്ല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറയുമ്പോ എത്ര വലിയ അപകടമുണ്ട്. ഖുർആൻ പറഞ്ഞിട്ട് പോലും, ഹദീസ് പറഞ്ഞിട്ട് പോലും, ചരിത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ട് പോലും കന്യാമറിയമെ രക്ഷിക്കണേ എന്ന് പറയാൻ പാടില്ല. അത് സിറാത്തുൽ മുസ്തഖീം അല്ല എന്ന് പഠിപ്പിക്കണം നമ്മളാണ്. ഇവിടെ എവിടെയും പേരില്ലാത്ത ആളുകളോട് ചോദിക്കുന്നതെങ്കിൽ എത്ര വിരോധാഭാസമാണ്. അപ്പൊ ഇസ്ലാമിലുള്ള എല്ലാ തേട്ടന്മാരോട്, അള്ളാഹിനോട് റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലും, രണ്ട് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിൽ 7 കാര്യങ്ങളും അവസാന അത്തഹിയാത്തിൽ മുത്തുനബിയുടെ പേരിൽ ചൊല്ലിയ സ്വലാത്തും അത്തഹിയാത്തിലെ അവസാനത്തെ പ്രാർത്ഥനയായി നമ്മൾ ചൊല്ലിയ മുഴുവൻ പ്രാർത്ഥനകളും ആരോടാണ്? അല്ലാഹുമ്മ ഉഫ്ർലി മാ ഖദ്ദംതു തുടങ്ങിയ പ്രാർത്ഥനയും ആരോടാണ്? അള്ളാഹിനോട് മാത്രമാണ്. അല്ലേ? എല്ലാരും പറഞ്ഞ അള്ളാഹിനോടാണ്. ഇതൊരു സുന്നി മുജാഹിദ് ജമാഅത്ത് ഒന്നും തർക്കമില്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇത്രയൊക്കെ സ്പഷ്ടമായി പറഞ്ഞിട്ടും ആളുകൾ എവിടെയാണ് അപകടമുണ്ടായത്? എവിടെയാണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്തതിനെ മതമായി നമ്മൾ എന്ന് കൊണ്ടുവന്നോ അവിടെയാണ് തകരാറുണ്ടായത്. ഒറിജിനൽ ഇസ്ലാമിൽ എവിടെയും തകരാറില്ല. പുത്തൻ ആചാരങ്ങൾ കടന്നു വന്നപ്പോ, അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് നമ്മൾ പറയാൻ, പുതിയത് നമ്മൾ കൊണ്ടുവരാതിരിക്കുക. അങ്ങനൊക്കെ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരോട് ഇത്രയേ ഉള്ളൂ. ഒരു പേപ്പർ എടുക്കാം. ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ ഒരു ദിവസം മതമായി എഴുതുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കാം. രാവിലെ എണീറ്റത്, പല്ല് തേച്ചത്, വുളു എടുത്തത്, ശുദ്ധിയായത്, നമസ്കരിച്ചത്, മുഹിയദ്ദീൻമാല പാടിയത്, കുത്തുബിയത്ത് ചൊല്ലിയത്, അതുപോലെ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയത്, മതമായി നമ്മൾ ചെയ്ത മുഴുവൻ കാര്യങ്ങൾ എഴുതി വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് 1400 പഴക്കമുള്ളത് മുഴുവൻ നമ്മൾ സ്വീകരിക്കുക. അതാണല്ലോ പ്രവാചക പാരമ്പര്യം. അത് നമ്മൾ സ്വീകരിക്കുക. നിങ്ങൾ നോക്കി, നഖം മുറിക്കുന്നത് 1400 പഴക്കം കാണാം. പല്ല് തേച്ചതിന് 1400 പ്രമാണങ്ങളുടെ പഴക്കം കാണാം. വുളു എടുത്തതിന് 1400 പഴക്കം കാണാം. സുബഹി നമസ്കരിച്ചതിന് 1400 പഴക്കം കാണാം. അതിന്റെ ഇടയിൽ ഒരു മുഹിയദ്ദീൻമാല പാടി. പ്രിയമുള്ളവരെ, ഒരു 416 കൊല്ലെത്തിയപ്പോ അവിടെ നിന്നുപോയി. 416 കൊല്ലം കോഴിക്കോട് വരെ എത്തിയുള്ളൂ. അതിന്റെ മുകളിലേക്ക് പോയില്ല. മുഹിയദ്ദീൻമാല പാടി തമിഴ്നാട്ടിലെ കായൽപട്ടണം വരെ എത്തി, പ്രവാചകനിലേക്ക് എത്തിയില്ല. അപ്പൊ 1400 മുഴുവൻ എടുക്കുക. അതിന്റെ ഇടയിൽ വന്നതൊക്കെ നമ്മൾ ഒഴിവാക്കുക. കാരണം എന്തെന്നറിയോ? ദുൽഹജ്ജ് 9 ഖുത്ബത്തുൽ വിദാ
അള്ളാന്റെ പ്രവാചകൻ അറഫയുടെ മൈതാനിൽ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയ ദിവസമുണ്ടല്ലോ. അസ്സര നമസ്കാര ശേഷം ലോകത്തിന്റെ പ്രവാചകൻ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ ജിബ്രീലു അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ആയത്തോതി കൊടുക്കുകയാണ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്ന് ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, മതമായി തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നിരിക്കുന്നു. ആയത്തിറങ്ങുന്നത് ദുൽഹജ്ജ് 9-നാണ്. ദുൽഹജ്ജ് കടന്ന് മുഹറവും കടന്ന് സഫറും കടന്ന് റബീഉൽ അവ്വലിന്റെ ആദ്യത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. അഥവാ വഫാത്താകുന്നതിന്റെ 2-3 മാസങ്ങൾക്ക് മുമ്പ് അവതീർണമായ ആയത്തിൽ അല്ലാഹ് പറയുന്നു, ഇസ്ലാമിനെ പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിൽ ഇനി നമ്മുടെ വക ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഞാനല്ലാട്ടോ, ഷാഫി ഇമാമിന്റെ ഉസ്താദ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഇഅ്തിസാം എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ രേഖപ്പെടുത്തുന്നു, പേജ് നമ്പർ 49, ആ ദീനിൽ പുതുതായി ഒന്നും കടന്നു വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം മാലിക് ഈ ആയത്ത് ഉദ്ധരിച്ച് അവസാനം പറഞ്ഞ വാക്കെന്താ? ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. ആകയാൽ പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ മതമല്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ ചാടിക്കളിക്കുന്ന ഷാദുലി റാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ ആയുധമെടുത്ത് ശരീരത്തിലൂടെ പ്രഹരിക്കുന്ന ഖുത്റാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് എന്തൊക്കെ ദീനല്ലാതിരുന്നോ അതൊന്നും ഇന്ന് നമുക്ക് ദീനല്ല. ഇനി അപ്പൊ നമ്മൾ വിചാരിക്കും, അന്നദാനം കൊടുത്ത് പല ആചാരങ്ങളൊക്കെ നടത്തി ഞങ്ങൾ മജ്‌ലിസുന്നൂറിന് പോയത്, മഹദറത്തുൽ ബദരിയക്ക് പോയത്, ഇതൊക്കെ പുതിയതാണ് കേട്ടോ, ഇതൊന്നും പ്രവാചക പാരമ്പര്യത്തിലില്ല. പക്ഷെ നമ്മൾ പറയും ഇതൊക്കെ നല്ലതല്ല, ആയിക്കൂടെ. ഞാൻ ഒറ്റ കാര്യങ്ങളോട് ഇതിൽ പറയുന്നുള്ളൂ, മട്ടന്നൂരുകാരോട്, ചിന്തിക്കുന്നവരോട്. സദസ്സിന് പുറത്ത് എവിടെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ തർക്കത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചു തരാൻ. അതൊക്കെ നല്ല കാര്യമാണ്, ദീനാണ് എന്നെ വെക്കാം. ഖുത്റാത്തീബും ഖുതുബിയത്തും മജ്‌ലിസുന്നൂറും മഹദറത്തുൽ ബദരിയും ആണ്ടും ഉറൂസും ഈ നബിദിനവും ജീലാന ദിനവും അങ്ങനെയുള്ളത് മുഴുവൻ ദീനാണെന്ന് എന്നെ സമ്മതിച്ചു തരാന്ന് വിചാരിക്കാം. ഈ അമലു സ്വാലിഹാത്തിന്റെ ഏടുകളൊക്കെ ഇട്ട് നമ്മൾ പരലോകത്ത് വരുമ്പോ ഒരു ഭാഗത്ത് പ്രവാചകനും സഹാബത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങി സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഅദും സാഗീദും സുബൈറും തൽഹത്തും വഅബി ഉബൈദത്തും വബിനിഉ ഫിന്നാശീരിൽ കറാമി. റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് സ്വർഗ്ഗം എന്ന് പറഞ്ഞ സഹാബത്തൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുക. മറുഭാഗത്ത് 2024, 25, 26 മട്ടന്നൂരുകാരും കതിരൂരുകാരും പാറാമയിലുകാരും ഇരിക്കൂറുകാരും ഇരിട്ടിക്കാരൊക്കെ ഒരു ഭാഗത്ത് നിൽക്കാൻ. റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ഏടിൽ അമലു സാലിഹാത്തായിട്ട് ഖുർആനുണ്ട്, സ്വതക്കയുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, അനാഥ സംരക്ഷണമുണ്ട്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലുണ്ട് തുടങ്ങിയ സൽക്കർമ്മങ്ങൾ, സുന്നത്ത് നോമ്പുകളും സ്വതക്കയൊക്കെ ഇട്ട് റസൂൽ സഹാബത്തൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കാൻ. മറുഭാഗത്ത് ഇരിക്കൂറുകാരുടെ അല്ലെങ്കിൽ മട്ടന്നൂരുകാരുടെ അമലു സാലിഹാത്തിലെ മജ്‌ലിസുന്നൂറുണ്ട്, മഹദറത്തുൽ ബദരിയുണ്ട്, ഖുതുബിയത്തുണ്ട്, ഖുത്റാത്തീബുണ്ട്, ആണ്ട് നേർച്ചുണ്ട്, ഉറൂസുണ്ട്, നബിദിന റാലിയുണ്ട്, ബോലോ തക്ബീർ, ഹമാര തക്ബീർ, കൂലു തക്ബീർ, ഉഹുദിൽ കേട്ടൊരു ശബ്ദം ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുക, മുത്ത നബിയെ അതെന്താ റസൂലേ ഈ മട്ടന്നൂരുകാരുടെ ഏടിലുള്ള അമലു സാലിഹാത്തൊന്നും ഞങ്ങളോട് പഠിപ്പിച്ചു തരാത്തെ? നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് ബുർദ മജ്‌ലിസ് പറഞ്ഞില്ല? നിങ്ങൾ എന്തേ റസൂല് ഞങ്ങൾക്ക് മഹദറത്തുൽ ബദരിയും മജ്‌ലിസുന്നൂർ എന്ന് പറഞ്ഞില്ല? അതൊക്കെ അവരുടെ കയ്യിലുണ്ടല്ലോ അമലു സാലിഹാത്ത്. അത് അബൂബക്കറെ, ഉമർ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തോണ്ടാണ്. മട്ടന്നൂരുകാർക്ക് മനസ്സിലായിട്ടുള്ള മഹത്തായ ദീനുൽ ഇസ്ലാമാണ് എന്ന് പറയേണ്ട ഒരു ഗതികേട് അള്ളാന്റെ ദീനിനുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? അതുകൊണ്ട് റസൂലും സഹാബത്തും അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞവർ സ്വർഗത്തിലാണ് എങ്കിൽ അവർ ഏത് മാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് പോയോ
അതേ മാർഗത്തിൽ അവരെ അനുധാവനം ചെയ്ത് നമുക്കും പോകാം അള്ളാന്റെ സ്വർഗത്തിലേക്ക് എന്നുള്ളതാണ്. ഇനി എവിടെയാ പ്രശ്നം? ആ റസൂല് പഠിപ്പിച്ച ദീനിൽ നമ്മുടെ വക കൊണ്ടുവന്നപ്പോ അതിൽ അല്ലല്ലാത്തവരോട് തേട്ടം വന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഇസ്ലാമുള്ള ദിനാഘോഷങ്ങളൊക്കെ എടുത്തോ. ആഘോഷം, സെലിബ്രേഷൻ ആണല്ലോ നമ്മുടെ പ്രശ്നം. ചെറിയ പെരുന്നാൾ വന്നു, നമ്മൾ എന്താ ചൊല്ലിയത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയവനല്ല, നീയല്ലാതെ യാതൊരു ആരാധനമില്ല. തൗഹീദ് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അനുസ്മരിക്കുന്ന ഹജ്ജ് പെരുന്നാൾ വന്നു. ഹജ്ജ് പെരുന്നാളിൽ നമ്മൾ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ തേടിയില്ല, ഇസ്മായിൽ നബിയെ കാക്കണേ തേടിയില്ല. അവിടെയും നമ്മൾ പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അള്ളയാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞു. കാരണം ഇസ്ലാമിലെ തൗഹീദ് അല്ലാത്ത ആഘോഷങ്ങളില്ല. നമ്മൾ കുറെ ആഘോഷം കൊണ്ടുവന്നു. അതിൽ ചിലർക്കൊക്കെ കച്ചവട ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ആഘോഷത്തിൽ നമ്മൾ തേടിയത് ആരോടാ? പടച്ചോനല്ലാത്തവരോട് തേടി. ഉദാഹരണം, കഴിഞ്ഞതിന് മുമ്പത്തെ മാസം നബിദിനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജീലാനി ദിനം വന്നു. ഇനി ബാക്കി ദിനങ്ങൾ വരാനിരിക്കാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചോട്ടോ. നബിദിനം ആഘോഷിച്ച പാവപ്പെട്ടവനൊക്കെ ആലോചിച്ചെന്നറിയോ? മുത്തുനബി ജനിച്ച ദിവസമല്ലേ എന്ന് നമ്മൾ കരുതി, ഇല്ലേ? വീട്ടിലെ നബിദിനത്തിന് മൗലൂദ് ഓതാൻ വന്ന ഉസ്താദ് പറഞ്ഞു, ഈ വീട്ടുകാരാ റസൂല് ജനിച്ച ഏത് ദിവസം അറിഞ്ഞൂടാ, ഏത് മാസം അറിഞ്ഞൂടാ, ഏത് കൊല്ലാന്ന് അറിഞ്ഞൂടാ. അത് പച്ച മലയാളത്തിൽ പറഞ്ഞ മൊയ്ലേര് നമ്മൾ വെറുതെ വിടൂലായിരുന്നു. പക്ഷെ മൊയ്ലേര് ചൊല്ലിയത് മൗലൂദില് അറബിയിലാ ചൊല്ലിയെ. മൗലൂദ് കിതാബിൽ 5-ാമത്തെ പേജ് താഴ്ന്ന മേലക്ക് 3-ാമത്തെ ലൈനാണ്. റസൂൽ ജനിച്ച ദിവസത്തിന്റെ കാര്യത്തില്, മാസത്തിന്റെ കാര്യത്തില്, വർഷത്തിന്റെ കാര്യത്തില് അഭിപ്രായ വ്യത്യാസമുണ്ടേ. ആയിക്കോട്ടെ, എന്നിട്ട് നമ്മൾ റബീഉൽ അവ്വൽ 12 നബിദിനം കൊണ്ടാടി. അത് കഴിഞ്ഞപ്പോ ദാ വരണു തിദ്കാറെ ജീലാനി ദിനം. അപ്പൊ നമ്മൾ കരുതി നബിദിനം റസൂൽ ജനിച്ചതല്ലേ, അപ്പൊ ജീലാനി ജനിച്ചതാവട്ടോ? അല്ല, ജീലാനി മരിച്ചതാ. അന്ത ജീലാനി ജനിച്ച ദിവസം ജീലാനി ദിനം ആഘോഷിക്കാത്ത? അത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം ബദരീങ്കൽ ആണ്ടുണ്ട്. നിങ്ങൾ 12 മാസം സ്കെച്ച് കറക്റ്റ് ആണ്. നബിദിനം, ജീലാനി ദിനം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട്, റിഫാഹി ആണ്ട്, ഇങ്ങനെ കൃത്യമായി 12 മാസം സ്കെച്ച് കറക്റ്റ് ആണ്. ഇനി ഞാൻ പറഞ്ഞത് ഇത് മതത്തിൽ ഇല്ലാത്തതല്ലേ? ആണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് റബീഉൽ അവ്വലുകൾ ഉണ്ടായി, പ്രവാചകൻ ആഘോഷിച്ചില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബദർ നടന്നിട്ട് വീണ്ടും റമദാനുകൾ വന്നു, ബദരീങ്കൽ ആണ്ട് ആഘോഷിച്ചില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉഹുദ് നടന്ന് വീണ്ടും പ്രവാചകൻ വർഷങ്ങളോളം ജീവിച്ചു, ഉഹുദീങ്ങളുടെ ആണ്ട് നടത്തിയില്ല. അപ്പൊ അത് പ്രവാചകന്റെ കാലത്തിൽ ഇല്ല, പിന്നീട് കൊണ്ടുവന്നു. അപ്പൊ എന്താ പ്രത്യേകത ഉണ്ടായേ? റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞ് ഇസ്ലാമിനോട് സ്നേഹമില്ലാത്ത, അള്ളാന്റെ കഅബാലയത്തിൽ അറ്റാക്ക് നടത്തിയ, ശബ്ദം ശ്രവിക്കുന്നവരോട് പറയാ, അള്ളാന്റെ പ്രവാചകൻ ഇറാഖിന്റെ സിറിയയുടെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ അവിടെ റസൂലുള്ള ദുആ ചെയ്തു. ഓരോ നാടിന് വേണ്ടി ദുആ ചെയ്യുമ്പോ ഞങ്ങളുടെ യമനിന് വേണ്ടി, ഷാമിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ദുആ ചെയ്യുമ്പോ ഒരാൾ വന്ന് പറഞ്ഞു, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജ്ദിന് വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ ദുആ ചെയ്തില്ല. പ്രവാചകൻ അങ്ങോട്ട് വരച്ചോണ്ടി പറഞ്ഞു, ഹുനാക സലാസിലു വൽ ഫിതൻ, അവിടെയാണ് നാശങ്ങളുള്ളത്, അവിടെയാണ് പ്രകമ്പനങ്ങളുള്ളത്, അവിടെയാണ് ഫിത്തനകളുള്ളത്, അവിടെയാണ് കർണു ശൈത്വാനിന്റെ കൊമ്പ് മുളക്കുന്നതും അവിടെയാ. ആളുകളെ വാൽക്കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, അത് ഷേഖ് ബിൻ അബ്ദുൽ വഹാബാണ്. നജദ് റിയാദിന്റെ, സൗദി അറേബ്യക്കുള്ളിൽ 12 നജദ് ഉണ്ട്. ഉയർന്ന പ്രദേശത്തിന് നജദ് എന്ന് പറയാം. പക്ഷേ റസൂല് പറഞ്ഞ നജദ് ഏതാണ്? ഇറാഖിന്റെ സിറിയയുടെ ഭാഗത്തേക്ക് മുത്തുനബി വിരൽ ചൂണ്ടുകയാണ്. ബുഖാരിയുടെ ഹദീസിന്റെ ശർഹ് കാണാ, കിർമാനിയിലൂടെ കാണാ. ഇറാഖിന്റെ സിറിയയുടെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി പ്രവാചകൻ പറഞ്ഞു, അവിടെയാണ് ഫിത്ന.
പ്രിയമുള്ളവരെ, അവിടെയാണ് ISIS ഉണ്ടായതെങ്കിലോ, അവിടെയാണ് ISIS ഉണ്ടായത് എങ്കിലോ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖ് ആൻഡ് സിറിയ, തൊട്ടപ്പുറത്ത് ഇസ്രയേലിലേക്ക് മിസൈൽ കൊടുക്കാതെ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തിൽ അള്ളാന്റെ കഅബാലയത്തിലേക്ക് മിസൈൽ തൊടുത്തവൻ ഇസ്ലാമല്ല. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് നേരെ ചാപ്പകുത്താണ്. അത് ഇസ്ലാമിന്റെ ആൾക്കാരാണ്. ഇതേപോലെ അതിനു മുമ്പ് കഅബയെ അറ്റാക്ക് ചെയ്ത ഷിയാക്കളിലെ തീവ്രവാദ വിഭാഗമായ ഉബൈദിയാക്കളും ഫാത്തിമിയാക്കളും തുടങ്ങി വെച്ചതാണ് റബീഉൽ അവ്വൽ 12. കഅബയെ ആക്രമിച്ചവർ, ഹജറുൽ അസ്വദിനെ മോഷ്ടിച്ചവർ, തിരിച്ചു പോ വീണ്ടും അതിനെ അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ തകർത്തവർ ആ ദിനാചരണം ഉണ്ടാക്കി. ഇനി നിങ്ങൾ ആലോചിച്ചു, ഈ പുതിയത് കടന്നു വന്നു 300 കൊല്ലം കഴിഞ്ഞു, അതിലാരോട് തേടി? ഞാൻ അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ഈ പുതിയത് വന്നപ്പോ ആരോടെ തേടി? നബിദിനത്തിന് നിങ്ങൾ അള്ളാഹിനോട് തേടണതാണോ കേട്ടേക്കണേ? അത് ഇസ്ലാമിനോട് മഹബത്തായിട്ടാണോ? നബിദിന റാലി പോകുമ്പോൾ ഉസ്താദ് പറയാൻ, ഇന്ന് സുബൈ ജമാഅത്തിന് വന്നോര് മാത്രം റാലിയിൽ നിന്നാ മതി എന്ന് പറഞ്ഞ ഉസ്താദ് മുക്രി 4-5 ആൾക്കാരും കൂടെ റാലി നടത്തേണ്ടി വരും. സത്യമല്ലേ? അതൊരു ആവേശത്തിന്റെ പുറത്ത് ഇങ്ങനെ കടന്നു വന്നതാണ്. അതിൽ ആരോടാ ചോദിച്ചേ? ആരോടാ തേടി? ഇപ്പൊ നബിദിനം വന്നാല് തേട്ടൻ നബിയോടാണ് അല്ലേ? എല്ലാവർക്കും അറിയാം, ഒരു ഇർത്തഖബത്തു അറിയാം. ഇർത്തഖബത്തു അലൽ ഖത്വ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി സയ്യിദി. നബി ഒരുപാട് തെറ്റ് ചെയ്തു, അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു എന്ന് മൊയ്ദി ശൈഖ് പറഞ്ഞു. ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ വലിയ, അല്ലല്ലാത്തവരോട് ആവലാതിപ്പെടല്ലേ. ഖുർആൻ പറഞ്ഞു, ഹൗല ബിൻത് സഅലബ എന്ന് പറയുന്ന സഹാബ വനിത ആവലാതിപ്പെട്ടത് അതേ പദം, മൗലിദിലെ അതേ പദം, വതഷ്തഖീ ഇലല്ലാഹ്, അല്ലാഹുവോട് ആവലാതിപ്പെട്ടു എന്ന് നമ്മൾ നബിയോട് ആവലാതിപ്പെടാൻ ചോദിച്ചു. റസൂലുള്ളാഹിന്റെ അടിമകളാ നമ്മൾ എന്ന് പറഞ്ഞു. അബ്ദുഹുൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ലഫീറോ. റസൂലേ, അങ്ങയുടെ പാവപ്പെട്ടതായ അടിമയിതാ വന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികൾ ആരാധിച്ച പോലെ എന്നെ നിങ്ങൾ ആരാധിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസാ നബിയെ ക്രിസ്ത്യാനികൾ വാഴ്ത്തിയതുപോലെ എന്നെ വാഴ്ത്തല്ലേ. ഈസാ നബി അള്ളാന്റെ പുത്രനല്ല, അള്ളാന്റെ പ്രവാചകനാണ്. മുഹമ്മദ് നബിയുടെ അടിമകളല്ല നമ്മൾ. മുഹമ്മദ് നബി പോലും അള്ളാന്റെ അടിമയാണ്. 17-ാമത്തെയും 1-ാമത്തെ ആയത്ത് സൂറത്ത് ബഖറ 23-ാമത്തെ ആയത്ത് അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ അടിമയാണ്, നമ്മളും അള്ളാന്റെ അടിമയാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ് നമ്മൾ, സമുദായമാണ്. ചിലരൊക്കെ പറഞ്ഞത് യജമാനന്റെ അടിമ എന്ന് പറയാനാണ്. താഴത്തേക്ക് വന്ന അന്ത സത്താറുൽ എന്നൊക്കെ പറഞ്ഞ് തേടിയതാരോടാ? അബദ് അള്ളാന്റെ സ്ഥാനത്തൊക്കെ റസൂലുള്ളാഹിനെ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അപ്പൊ നബിദിനം വന്നു, നബിയോട് തേടി. അത് കഴിഞ്ഞ് ജീലാനി ദിനം വന്നു, ആരോടാ തേടി? ആരോടാ തേടി? മലയാളത്തിൽ ചൊല്ലിയില്ലേ, ആദരവായ റസൂലൊളിവേ 14-ാം മകനായവരെ ബഗ്ദാദിൽ മറപ്പെട്ടൊളിവേ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളെ കാത്തിടണേ. മൊയ്ദി ശൈഖ് ഞങ്ങളെ കാക്കണേന്ന് തേടി. അറബിയിലോ വനജ്ജിനി മില്ലല്ലാഹ് ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലു വലി ഇമ്മുഹിയദ്ദീനി. നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ മൊയ്ദി ശൈഖ്. റസൂലുള്ളാഹി പഠിപ്പിച്ചേലോ അള്ളാഹിനോട്. പുതിയത് വന്നപ്പോഴാണ്. ഇനി അടുത്ത ദിനാഘോഷം വന്നു. ഇനി നിങ്ങൾ മുന്നിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ ഒരുപക്ഷെ ഇത് പറഞ്ഞിട്ടുണ്ട് മട്ടന്നൂരിലെ 2010-ലാണെന്ന് മാത്രം, അപ്പുറത്തെ സാൽവേഷന്റെ വേദിയിലാണെന്ന് മാത്രം. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അതിലെ ഇപ്പോ ജനുവരി 14-ാം തീയതി വന്ന മലയാള മാസം മകരം 1-ാം തീയതി നമ്മുടെ നാട്ടിലൊക്കെ ഒരു ആഘോഷം നടക്കും. കാഞ്ഞിരമുറ്റം ഷേഖ് ഫരീദ് ഔലി ആണ്ട് നേർച്ച. എറണാകുളത്ത് നിന്ന് കോട്ടയം റോഡിലാണ് കാഞ്ഞിരമുറ്റം. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അതിന്. പല നാട്ടിലും ചക്കരച്ചോറുണ്ടാക്കി. കാരണം മകരമാസത്തെ കൊയ്ത്തിന്, ദാരിദ്ര്യത്തിന്റെ കാലത്ത് ആ അരി കൊണ്ട് ചക്കരച്ചോറുണ്ടാക്കി ഒരു സദ്യ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇന്ന് മുടങ്ങാതെ മകരം 1-ന് ആ കാഞ്ഞിരമുറ്റം ആണ്ട് നേർച്ച കണ്ണൂർ ജില്ലയിൽ പോലും വ്യാപകമായി മംഗലാപുരത്തേക്ക് വരെ ആ കാഞ്ഞിരമുറ്റം ആണ്ട് നേർച്ച നടക്കുന്നുണ്ട്. മലയാള മാസത്തിൽ ഇസ്ലാമിൽ വല്ല സെലിബ്രേഷൻ ഉണ്ടോ? ചെറിയ പെരുന്നാള് ശവ്വാൽ 1-ന്, ഹജ്ജ് പെരുന്നാള് ദുൽഹജ്ജ്. അപ്പൊ തന്നെ പൊളിഞ്ഞില്ലേ? ഇത് ഇവിടുന്ന് ഉണ്ടാക്കിയതാണ്. 1. രണ്ടാമത്തെ വിഷയങ്ങൾ ആലോചിച്ച് നോക്കേ. ആ ദിവസത്തിൽ നടത്തിയ ആണ്ട് നേർച്ചയിൽ നമ്മൾ ചോദിക്കുന്നത് ആരോടാ?
നാഗോരാണ്ടവൻ ബീരാൻ സാഹിബ് ഷൗലമീതേ കാത്തിടണേ. കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദവർ ഔലിയ ഞങ്ങളെ കാത്തിടണേ, ഔലിയ ഞങ്ങളെ കാത്തിടണേ. ഞാനത് അതിന്റെ ഇടയിൽ നിന്ന് അനുപല്ലവി എടുത്ത് പറഞ്ഞ അതിന്റെ പല്ലവി വേട്ടങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഈ കോലുകളി കളിക്കാൻ വേണ്ടി അഹദേഹ നിന്നുടെ കഴിവിന്റെ കഴിവുകൾ ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്, സല്ലി സലാത്ത് സലാമും ചൊല്ലി ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്. പടച്ചോനെ ഇവിടെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞു. അടുത്തെന്താണ്? പടച്ചോനെ ഞങ്ങൾ തുടങ്ങാണ്, പക്ഷെ ഞങ്ങൾ കാക്കേണ്ടത് ആരെന്നറിയോ? നാഗോരാണ്ടവൻ ബിഹിരാൻ സാഹിബ് ഷൗലമീതേ കാത്തിടണേ. കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദവർ ഔലിയ ഞങ്ങളെ കാത്തിടണേ. ഷെയ്ഖ് ഫരീദ് ഔലിയ ഞങ്ങളെ കാത്തോളണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ തുടങ്ങണത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഇത് ഇസ്ലാമിൽ പുതുതായി ഉണ്ടാക്കുന്നതിലൊക്കെ അള്ളാഹു അല്ലാത്തവരോടുള്ള തേട്ടം വന്നു. ഇസ്ലാമിൽ ഉള്ളതിൽ എവിടെയും അല്ലല്ലാത്തൊരു തേട്ടമില്ല. വിത്തർ നിസ്കാരം അള്ളഹാനോട്, ഫർദ നിസ്കാരത്തിൽ അള്ളഹാനോട്, മൃഗങ്ങൾ അറുക്കുമ്പോ അള്ളാന്റെ നാമം ഉച്ചരിച്ചിട്ട് എല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ്. പക്ഷെ പുതുതായി നമ്മൾ കൊണ്ടുവന്നതിനാണ് തകരാറ് വന്നത്. ഒരൊറ്റ കാര്യം കൂടെ പറയാൻ, ആരുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുവോ അവരാരും അത് പഠിപ്പിച്ചതല്ല. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ പ്രൗഢമായ സദസ്സിനോട് നമ്മൾ യാത്ര പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഹൃദയത്തിൽ തട്ടി നിങ്ങളോട് പറയാ, നോക്ക് നിങ്ങൾ പ്രിയമുള്ളവരെ, മൊയ്‌ദി ശൈഖിനോട് ജീലാനി ദിനങ്ങളിലൂടെ തേടിയ ആളുകളോട് മനസ്സിലാക്കാൻ ആരാ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പഠിക്കാ. അദ്ദേഹത്തോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊന്ന് പഠിക്കണ്. അദ്ദേഹം പറഞ്ഞ തൗഹീദെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്. അങ്ങ് യസീദിന്റെ ഭരണകാലഘട്ടങ്ങളിൽ മദീനയുടെ മണ്ണിനോട് വിട്ടുപോയ മുഹിയുദ്ദീൻ ശൈഖിന്റെ പിതാവ് കാസ്ഫീൻകടൽ തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിലെ താമസമാകുമ്പോ അവിടെ വെച്ചാണ് അബ്ദുൽ ഖാദർ എന്ന മോന് ജനിക്കുന്നത്. സ്ഥലപ്പേരിനോട് ചേർത്ത് അബ്ദുൽ ഖാദർ ജീലാനി. ചെറുപ്പത്തിലെ വാപ്പ മരിച്ച യതീമായ മകന് പാഴ്സി ഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്ത ഉമ്മ ദീന് പഠിക്കാനായി പറഞ്ഞേക്കുന്നത് എവിടേക്കാണെന്നറിയുമോ? 300 മൈലുകൾക്കപ്പുറമുള്ള ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അവിടെ ചേർന്ന് അല്ലാമ യൂസഫ് ഇബ്നു അയ്യൂബുൽ ഹമദാനി എന്ന പണ്ഡിതന്റെ കീഴിൽ ഖുർആനിലും ഹദീസിലും ഭാഷയിലും പഠനം നടത്തിയ അബ്ദുൽ ഖാദർ ജീലാനിയെ പരിചയമുണ്ടോ? ആരും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. സമൂഹത്തോട് ഇവര് പഠിപ്പിച്ചത് മുഹിയുദ്ദീൻ മാലയിലാണ്. മുസ്തഫൽ ഫൈസി വ്യാഖ്യാനം വെള്ളിയാഴ്ച ചെരുപ്പില്ല നടന്നു വരുമ്പോ ഒരാൾ തളർന്നു കിടക്കുന്നു, അയാളുടെ അടുക്ക ചെല്ലുന്നു, അയാൾ എഴുന്നേറ്റിരിക്കുന്നു, മൊയ്‌ദീൻ ശൈഖ് തലോടുന്നു. അപ്പൊ മരിക്കാൻ കിടന്ന മനുഷ്യൻ പറയാണ്, എന്റെ പേര് ദീനുൽ ഇസ്ലാമാണ്, ഞാൻ മനുഷ്യരൂപത്തിൽ വന്നതാണ്, താങ്കളാണ് എനിക്ക് ജീവൻ തന്നത്, അതുകൊണ്ട് നിന്റെ പേര് മുഹിയുദ്ദീൻ എന്നാണ്. ഇതാ നമ്മൾ കേട്ടെ. 26-ാമത്തെ വയസ്സില് നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നിറങ്ങി തന്റെ ഉസ്താദ് പറയാ, ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലാണ്, അനാചാരങ്ങളിലാണ്, തൗഹീദിന്റെ ധ്വജവാഹകനായി മാറണമെന്ന് പറഞ്ഞപ്പോ കവലകൾ മുഴുവൻ ഇതുപോലെ തൗഹീദ് പറഞ്ഞ് 52-ാമത്തെ വയസ്സിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന ആ പണ്ഡിതനെ നാട്ടുകാർ വിളിച്ച പേരാണ് മുഹിയുദ്ദീൻ, ദീനിന്റെ പുനരുദ്ധാരകൻ. നമ്മള് പച്ചക്കുതിരക്ക് മേലെ വയനാട് വന്നത് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഈ പണ്ഡിതനെ പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കിതാബ് ഏതെന്നറിയോ? നമ്മൾ പറയും മുഹീദ്ദീൻ മാല, മുഹീദ്ദീൻ ഒരു കുത്തുബിയത്ത് കോഴിക്കോട് നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാക്കിയതാ. നിങ്ങൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോണവരല്ലേ? മക്കയിൽ ചെന്നിട്ട് അവിടത്തെ പ്രസിദ്ധമായ ബുക്ക് സ്റ്റാളുകൾ നിങ്ങൾ ചോദിക്ക്. മുഹീദ്ദീൻ ശൈഖിന്റെ 2 മുഹീദ്ദീൻ മാല, ഒരു കുത്തുബിയത്ത്, ഒരു മുഹീദ്ദീൻ മൗലൂദ്, അവർ മേപ്പെട്ടോക്കും എന്ന് നിങ്ങൾ ചോദിച്ചോ? അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഫത്ഹുർ റബ്ബാനി, ഫുതുഹുൽ ഉയ്ബ്, മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉനിയത്തുൽ താലിബീൻ, അതിലുണ്ടോ ഒരു ശൈഖ് അല്ലാഹു അല്ലാത്തവരോട് ആവലാതിപ്പെടല്ലേ എന്ന് ഫത്ഹുർ റബ്ബാനിയിലൂടെ പറഞ്ഞ മുഹിയുദ്ദീൻ ശൈഖ്? മുജാഹിദുകളൊക്കെ അല്ലാഹുവിനോട് മാത്രമേ തേടാവൂ എന്ന്, പള്ളികൾ അതിനുള്ള ലക്ഷ്യത്തിനാണെന്ന് ആയത്തോതുമ്പോൾ നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ലേ എന്ന് പറയുന്നവരോട് മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞില്ലേ, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയമാണ് നീ പള്ളിയാക്കേണ്ടത്. അള്ളാന്റെ കൂടെ മറ്റാരോട് നിങ്ങൾ തേടല്ലേ, കാരണം അള്ളാഹ് പറഞ്ഞതും അത് തന്നെയാ. ആ ശൈഖിനെ നമുക്കറിയോ?
ഇമുള്ളവരെ, ഞങ്ങൾ റബ്ബല്ലാത്തവരോട് തേടനില്ല, ഇസ്തിയാസയെ നടത്തുമെന്ന് പറയുന്നവരോട് ഫുതൂഹുൽ ഗൈബ് പേജ് നമ്പർ 136 പഠിച്ചോ. റബ്ബല്ലാത്തവരോട് ആവലാതിപ്പെടല്ലേ. ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും രോഗം തരുന്നവനും രോഗശമനം തരുന്നവനും അല്ലാഹ്. ഫഅലൈക ബിൽ ഇസ്തിആസതി ഇലൈ, അല്ലാഹുവോട് മാത്രം ഇസ്തിആസ ചെയ്യൽ നിനക്ക് നിർബന്ധമാണ്. ആരാ പറഞ്ഞേ? മുഹയ്യിദ്ദീൻ ശൈഖ്. അടുത്ത വാക്കെന്താ? അതല്ലെങ്കിൽ ഫദാലിക ഇശ്റാകും മിൻക ബിഹി, നിന്നിൽ നിന്ന് റബ്ബിനോട് ചെയ്യുന്ന ശിർക്കാണ്. അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്ന ഇസ്തിആസ ശിർക്കാണെന്ന് സാക്ഷാൽ അബ്ദുൽ ഖാദർ ജീലാനി മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ ശൈഖിനോട് നമ്മൾ തേടണേ. പിന്നെ തേടിയതാരോട്? ബദരീങ്ങളോട്. റമദാൻ വന്നപ്പോ ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ. പ്രിയമുള്ളവരെ, മൗലിദില് മാത്രമല്ല, ഒരു മൗലൂദില് മാത്രമൊന്നല്ല. ആദിയുണ്ടോ വ്യാധിയുണ്ടോ വിഷമുണ്ടോ വിളിച്ചോ ബദരീങ്ങളെ എന്ന ബദർ മൗലിദിലെ വാളിന്റെ വേദിയിലെ കഥാപ്രസംഗത്തിലെ ലേലം വിളിക്കാൻ ഇലാഹി സല്ലിമില്ലുമ്മ വമിൻ ആഫാത്തി വന്നിഖമ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബി അഹ്ലിൽ ബദരി യാ അല്ലാഹ് 313 റുപ്യ പോയിമുട്ട കൊടുത്തപ്പോ വിളിച്ചില്ലേ? കഥാപ്രസംഗത്തിൽ വിളിച്ചില്ലേ? സ്വർഗീയ മലർവാടി തന്നിൽ പാറി നടന്ന് സന്തോഷം കൊള്ളും ശുഹദാക്കളെ, സന്മാർഗം പുൽകി ആദീനാലെ ഷഹീദായി സുരലോകം പൂണ്ട ബദരീങ്ങളെ. കഥാപ്രസംഗത്തിന്റെ ഇടയിൽ 313 ലേലം വിളിക്ക ഉപയോഗിച്ചു ഇല്ലേ? ആ ബദരീങ്ങൾ നമ്മുടെ തേടിയില്ലേ? ഇല്ലേ? ആരാ ബദരീങ്ങൾ എന്നറിയാറ്? എന്താണ് ബദറിന്റെ ആദർശങ്ങൾ എന്നറിയാ? ആയോധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്ന് പന്തലിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ല മതി അല്ല മതി അല്ല മതി എന്നാണ്. പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കല് ഗാസയുടെ ഫലസ്തീനിന്റെ റഫയുടെ മണ്ണലോ ഉമ്മാന്റെ ജനാസക്ക് താഴെ 9 വയസ്സിന് താഴെയുള്ള 3 മക്കൾ ഇങ്ങനെ നിരന്ന് നിൽക്കാ. മൂത്തമോന് 9 വയസ്സുകാരൻ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി പറയാണ്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. അനസ്തേഷക്ക് മരുന്നില്ലാതെ പച്ചയായ ശരീരത്തിന്റെ അവയവങ്ങളെ വെട്ടിമുറിക്കുമ്പോ ഫലസ്തീനിന്റെ യുവത പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. തലയോട്ടി പാതി പോയ മോന്റെ ജനാദ കയ്യിലെടുത്തിട്ട് വാപ്പ പറയാ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. 3.5 വയസ്സ് പ്രായം തോന്നുന്ന 2 ഭാഗത്തേക്ക് മുടിമുടഞ്ഞ ഓമനത്തം തുളുമ്പുന്ന മകളുടെ ജനാദ കയ്യിൽ പിടിച്ചിട്ട് ചുണ്ട് വരച്ചില്ല, കണ്ണ് നിറച്ചില്ല, മകളുടെ നെറ്റിയിലൂടെ ചുംബനം കൊടുത്ത് കഫം പടവയിലേക്ക് വെച്ചു കൊടുക്കുമ്പോ വാപ്പ പറയുന്നുണ്ട്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. തകർന്ന് വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് താഴെ പാതി മരിച്ചുപോയ ജനാദയിൽ നിന്ന് പ്രിയമുള്ളവരെ ശരീരം ഇങ്ങനെ മുറിയുമ്പോ അവിടെ നിന്ന് തലയിൽ കിടന്ന് മരണത്തിന്റെ ഞെരുക്കം അനുഭവിക്കുമ്പോ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഏതാണ് ഈ ആദർശമെന്നറിയോ? ബദറിന്റെ ഊശ്വര മരുഭൂമിയിലോ 1003 ഇരട്ടിയോളം വരുന്ന ശത്രുസേനയോട് നേരിടുമ്പോ ബദരീങ്ങൾ പറഞ്ഞ വാക്കാണ്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ബദറിന്റെ ആദർശം എന്താണെന്നറിയാ? ബദറിന്റെ ആശയം എന്താണെന്നറിയാ? എന്റെ പ്രിയമുള്ളവര്, ആ യുദ്ധത്തിന്റെ തലേ രാത്രി മാത്രം പഠിച്ചാല് പോരെ നമുക്ക്? ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിനെയും അല്ലാഹ് ഉറക്കി കിടത്തുകയാ. കാരണം അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, മുറിഞ്ഞ വാൾത്തലപ്പുകളാ, അംഗബലങ്ങളില്ല, വളരെ കുറവാ. കടിക്കാൻ ഭക്ഷണമില്ലാതെ ഈത്തപ്പഴത്തിന്റെ ചീള് വായിൽ വെച്ച് മധുരം നുകർന്ന് അടുത്ത സഹാബത്തിന്റെ വായിലൂടെ വെച്ചു കൊടുത്ത പട്ടിണിക്കോലങ്ങളാണ്. ആയുധ സജ്ജരായ 3 ഇരട്ടിയെ നാളെ പകലിൽ നേരിടുമ്പോ എങ്ങനെയാ സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ കഴിയുന്നത്? പക്ഷെ അല്ലാഹു ഉറക്കുകയാ. ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്.
നിരന്തരമായ തേട്ടമാണ് അള്ളാഹുവിനോട്. കക്ഷത്തിന്റെ വെള്ള കാണുമാർ ഇരുകരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരങ്ങിക്കരഞ്ഞ കണ്ണോടുകൂടെ തേടിയത് എന്താണെന്നറിയോ? അല്ലാഹുമ്മയും തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബ്, അല്ലാഹുവേ ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യ വിധവകളാകുമോ, മക്കൾ യതീമുകളാകുമോ, കൊച്ചു മദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്നില്ല. ലം തുഅബദ് അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. അതിനാണ് ബദർ നടക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രായാധിക്യം കൊണ്ട് തളർന്നു വന്ന ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണഭൂമിയിൽ യുവാവായ ശത്രുവിനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോ കണങ്കാലിന് വെട്ടുകൊണ്ട് താഴെ വീഴുമ്പോ നിലത്ത് കിടക്കുന്ന ശത്രു വാളുകൊണ്ട് വീണ്ടും മാന് വെട്ടുമ്പോ കൈപ്പത്തിക്ക് വെട്ടേറ്റുകൊണ്ട് ബദറിന്റെ രണഭൂമി ഉബൈദയുടെ രക്തത്താൽ ചുകന്നു പോകുമ്പോ വാരിയെടുത്ത റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടത്തുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല നബിയേ, സുഗന്ധേനോ പെയ്തത്ത് എടുത്തത് അമ്മ, ചോരും ദേവരും വഴി കൊഴുകൈതമ്മ, നികരറ്റവർ യാസീർ ഹബീബുള്ളാന്റെ നേശാതീരോ മുമ്പ് കിടത്തിക്കൊണ്ടേ. അവിടുന്ന് പറയുന്നുണ്ട് നബിയേ, അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലോട് ഷഹീദാവാൻ മോഹിച്ചവനാ ഞാൻ. എന്തിനാ അലി എന്നെ കൊണ്ടുവന്നത് നബിയേ? നോക്കണേ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ മടിത്തട്ടിലാണ്. പാതിരാവിലും പാതി വിരിയുന്ന പാരിജാതങ്ങള് തോറ്റുപോകുന്ന പുഞ്ചിരി ലോകത്തുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ മുത്തിൻ്റെതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ മുഖം വാടുകയാണ്, പ്രവാചകന്റെ കണ്ണ് നിറയുകയാ. ബദർ യുദ്ധ കളം വിട്ട് പിരിന്തോഞ്ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ, ബദറിന്റെ ശുഹദാക്കളിൽ ഞാൻ പെടുമോ റസൂല്? അള്ളാന്റെ മുത്ത റസൂല് പറയുന്നുണ്ട്, ഉബൈദ നീ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാണ് ഉബൈദ. എന്തിനാ ബദരീങ്ങൾ അവരുടെ കയ്യും കാലം കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ കൊടുത്തത്? പോരാട്ടത്തിന്റെ രണഭൂമിയിലൂടെ വിട്ടുകൊണ്ട് ആടിക്കളിക്കുന്ന കയ്യോ യുദ്ധത്തിന് തടസ്സമെന്ന് കണ്ടപ്പോ നിലത്ത് വെച്ച കയ്യിൽ ചവിട്ടി പറിച്ചെടുത്തുകൊണ്ട് ഇടത് കൈയോടുകൂടെ പോരാടിയ പോരാട്ട വീര്യമെന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടെങ്കിലോ ആ ബദരീങ്ങളോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാഹ്, അവര് പറഞ്ഞ അല്ലാഹ്, അണ്ടകടാഹങ്ങളുടെ സട്ടാവായ അല്ലാഹ്, ബ്രഹ്മാണ്ടങ്ങളുടെ സട്ടാവായ അല്ലാഹ്, സകലതരാധരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, നമ്മുടെ തലച്ചോറിന്റെ ചിന്തകളറിയുന്ന അല്ലാഹ്, നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ്, അവൻ ഏകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങള്, ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ പ്രാർത്ഥനകള്. അല്ലാഹുവിനേക്കാൾ കാണുന്നവരില്ലേ, അള്ളാഹുവിനേക്കാൾ കേൾക്കുന്നവരില്ലേ, ആ റബ്ബിനേക്കാൾ അറിയുന്നവരില്ലേ? അതുകൊണ്ട് അടിമക്കല്ല പോരെ. ആ ബദരീങ്ങൾ പോലും തേടിയത് ആരോടാന്നറിയോ? ഇത് അവരുടെ റബ്ബിനോട് അവർ ഇസ്തിആസ നടത്തിയത് 8-ാം അധ്യായം 9-ാമത്തെ ആയത്ത്. മക്കയുടെ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ ഇരുട്ടിന്റെ മറവിലെ കണ്ണീരോടെ ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ പിച്ചവെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട്, ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ അള്ളാന്റെ ഹബീബ് യസ്രിബിന്റെ മണ്ണിന് ലക്ഷ്യമാക്കി കാല് വെക്കുമ്പോ അല്ല പറഞ്ഞില്ല റസൂലേ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്ക് അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്, ഈ നാടങ്ങേക്ക് അനുവദനീയം റസൂലേ
എന്തിനാ മുത്തനബിയുടെ നാട് തായിഫിന്റെ ജബലടുക്കുകൾക്ക് താഴെ ഓർമ്മ നഷ്ടപ്പെടുമാറ് കല്ലേറുകൊണ്ട് താഴെ വീണത് എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ നബിയോട് സ്നേഹമുണ്ടോ എങ്കിൽ ആ റസൂലുള്ളാഹിനോട് തേടാനല്ല, ആ റസൂല് പറഞ്ഞ അല്ലാഹ് ബദരീങ്ങളോട് തേടാനല്ല, ബദരീങ്ങൾ പറഞ്ഞ അല്ലാഹ് മൊയ്തീൻ ശേഖനോട് തേടാനല്ല, മൊഹീദ്ദീൻ ശേഖ് പഠിപ്പിച്ച അല്ലാഹ് മഹാന്മാരോട് തേടാനല്ല, മഹാന്മാര് പഠിപ്പിച്ച അല്ലാഹ് റബ്ബിലേക്ക് മടങ്ങാൻ. പ്രിയമുള്ളവരെ, ഖബറിൽ ഏറ്റവും മാരകമായ അദാബ് ശിർക്ക് ചെയ്തവനാണ്, തൗഹീദിൽ കറയുണ്ടാക്കിയവനാണ്, പരലോകത്ത് വലിയ ശിക്ഷ ശിർക്ക് ചെയ്തവനാണ്. നരകത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാതെ ശാശ്വതമായി നരകത്തിൽ കഴിയുന്നവൻ ശിർക്ക് ചെയ്തവനാണ്. അതുകൊണ്ട് ഇതൊരു അല്ലാഹു തന്ന സൗഭാഗ്യമായി, പഠനത്തിന്റെ ഒരു വഴിയായി, ഖുർആനിന്റെ വഴിത്താരയിലേക്ക് നടക്കാനുള്ള ഒരു മാർഗമായി ഈ സംസാരത്തെ ശ്രവിക്കാൻ നിങ്ങൾ തയ്യാറാകണേന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അല്ലാ, സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ളവർ, ഒരിക്കൽ കൂടി ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെ നവംബർ 16 തീയതി അസർ നമസ്കാരത്തിന് ശേഷം ഇരുട്ടി പുന്നാടിൽ നടക്കുന്ന മുജാഹിദുകളുടെ സമ്മേളനത്തിലേക്ക് ഹൃദയപുരസ്സരം നിങ്ങളെ മുഴുവൻ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.